ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്വിസ് ബീറ്റ് മലയാളത്തിൻ്റെ അധ്യാപക ദിന ക്വിസ് പാർട്ട് 2ലേക്ക് സ്വാഗതം. കുട്ടികളെല്ലാവരും തന്നെ പാർട്ട് 1 കണ്ടു എന്നുള്ളത് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഈ പാർട്ടിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും നവോത്ഥാനവും എന്ന ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിൽ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് എന്ത് പേരിൽ? ഉത്തരം ഡയറ്റ്. കേരളത്തിൽ സാക്ഷരതയിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ല ഏത്? ഉത്തരം പത്തനംതിട്ട. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? ഉത്തരം കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ഉപദേശിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഓരോ ആരാധനാലയത്തോടുമൊപ്പം, അതായത് പള്ളികളോടൊപ്പം, വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ട് പള്ളിക്കൂടം എന്ന ആശയം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. കേരളത്തിന്റെ സ്വന്തം അക്ഷര നഗരം എന്ന് വിളിക്കപ്പെടുന്നത് ഏത് ജില്ലയെ ആണ്? ഉത്തരം കോട്ടയം. ലക്ഷ്മിബായ് നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരുവനന്തപുരം, കാര്യവട്ടം. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? ഉത്തരം തിരുവിതാംകൂർ സർവകലാശാല, അതായത് ഇപ്പോഴത്തെ കേരള സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1937. കേരളത്തിലെ നിലവിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം എൻ ഷംസുദ്ദീൻ. മഹാകവി കുമാരനാശാന്റെ ആത്മീയ ഗുരു ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ആധുനിക വിദ്യാഭ്യാസ പദ്ധതികളും വിദ്യാലയങ്ങളും എന്ന ടോപ്പിക്കിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയുടെ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 2010 ഏപ്രിൽ 1. ഇന്ത്യയിലെ നിലവിലുള്ള പുതിയ വിദ്യാഭ്യാസ നയം ഏതാണ്? ഉത്തരം
ദേശീയ വിദ്യാഭ്യാസ നയം 2020. കുട്ടികൾക്ക് കളികളിലൂടെ വിദ്യാഭ്യാസം നൽകുന്ന കിൻഡർ ഗാർട്ടൻ രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ഫ്രെഡറിക് ഫ്രോബൽ. അന്ധരായവർക്ക് വായിക്കാൻ ഉപയോഗിക്കുന്ന ലിപി ഏതാണ്? ഉത്തരം ബ്രെയിൽ ലിപി. ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച അധ്യാപകൻ ആരാണ്? ഉത്തരം ലൂയിസ് ബ്രെയിൽ. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്കായി വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം എജുസാറ്റ്. ഏതു വർഷമാണ് എജുസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചത്? ഉത്തരം 2004. കേരളത്തിൽ വിക്ടേഴ്സ് ചാനൽ വഴി നടത്തുന്ന ഡിജിറ്റൽ ക്ലാസുകളുടെ പേര് എന്താണ്? ഉത്തരം ഫസ്റ്റ് ബെൽ. ആദ്യമായി ഗുരുകുല വിദ്യാഭ്യാസം നിലവിലിരുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഒരു പുസ്തകം, ഒരു പേന എന്നിവയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയും എന്നു പറഞ്ഞ പെൺകുട്ടി ആരാണ്? ഉത്തരം മലാല യൂസഫ്സായ്. നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം മലാല യൂസഫ്സായ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നിലവിൽ വരും മുമ്പ് അത് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉത്തരം മാനവശേഷി വികസന മന്ത്രാലയം. ഇന്ത്യയിലെ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം പ്രഹ്ലാദ് ജോഷി. സ്കൂളുകളിൽ കുട്ടികൾക്കായി ഉച്ചക്കഞ്ഞി പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. യുണൈറ്റഡ് നേഷൻസ് കുട്ടികളുടെ അവകാശങ്ങൾക്കായി രൂപീകരിച്ച സംഘടന ഏതാണ്? ഉത്തരം യുണിസെഫ്. പ്രാചീന ഇന്ത്യയിലെ പ്രശസ്തമായ 2 സർവകലാശാലകൾ ഏതെല്ലാം? ഉത്തരം നളന്ദ, തക്ഷശില. ഇന്ത്യയിലെ ആദ്യത്തെ IIT സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം ഖരഗ്പൂർ, 1951. NCERT-യുടെ പൂർണ്ണരൂപം എന്താണ്?
ഉത്തരം നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. കേരളത്തിൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന ഔദ്യോഗിക സംഘടന ഏതാണ്? ഉത്തരം SCERT. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക സർവകലാശാല ഏത്? ഉത്തരം കൽക്കട്ട സർവകലാശാല. പഠനം ആനന്ദകരമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഉത്തരം DPEP. സ്കൂളുകളിൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നൽകാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം IT അറ്റ് സ്കൂൾ. ഇപ്പോൾ അത് കൈറ്റ് എന്നറിയപ്പെടുന്നു. അധ്യാപകർക്കായി ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ദേശീയ അധ്യാപക അവാർഡ്. ഇന്ത്യയിൽ അധ്യാപകരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ക്ഷേമത്തിനും സഹായത്തിനുമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ദേശീയ ഫണ്ട് ഏതാണ്? ഉത്തരം നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ടീച്ചേഴ്സ് വെൽഫെയർ NFTW. കായിക രംഗത്തെ മികച്ച കോച്ചുമാർക്കും അധ്യാപകർക്കും ഇന്ത്യയിൽ നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ദ്രോണാചാര്യ അവാർഡ്. ഗുരു എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം ഇരുട്ട് അകറ്റുന്നവൻ. അറിവാണ് ശക്തി, നോളജ് ഈസ് പവർ എന്നു പറഞ്ഞ തത്വശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഫ്രാൻസിസ് ബേക്കൺ. വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യനിലുള്ള പൂർണ്ണതയുടെ പ്രകടനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന വരികൾ ഏത് കൃതിയിലേതാണ്? ഉത്തരം സുഭാഷിതം. ഒരു അധ്യാപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്തായിരിക്കണം? ഉത്തരം വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും കരുണയും. വിദ്യാഭ്യാസം തലച്ചോറിനെ വിവരങ്ങൾ കൊണ്ട് നിറയ്ക്കലല്ല, സ്വഭാവ രൂപീകരണമാണെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. കേരള സർക്കാർ സ്കൂൾ അധ്യാപകർക്ക് നൽകുന്ന ഏറ്റവും മികച്ച പുരസ്കാരം? ഉത്തരം സംസ്ഥാന അധ്യാപക അവാർഡ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ക്വിസ് ബീറ്റ് മലയാളം ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.